നമസ്കാരം. ഇന്ത്യൻ നാഷണൽ ആർമി സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച സമയത്തുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ അരുൺ കുമാറിന്റെ ഒരു സംഭാഷണം നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസം കേട്ടിട്ടുണ്ടാവും. കേരളത്തിൽ അത് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായിട്ട് വൈറലാണ്. ഈ വിഷയം എന്താണെന്ന് വെച്ചാൽ പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ രാജ്യത്ത് ഭാരത് മാതാ കി ജയ് എന്നുള്ള ആ ഒരു മുദ്രാവാക്യം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് അതൊരു മുസ്ലിമാണ്. അത് ഇവിടെ ഒരു പ്രത്യേക മതവിഭാഗം അത് കീഴടക്കി വെച്ചിരിക്കുന്നു, അല്ലെങ്കിൽ കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ള രീതിയിലേക്ക് വരുത്തി തീർക്കാനും ഇത് സംഘപരിവാർ ഇതിനെ ഉൾക്കൊള്ളുമോ എന്നുള്ള രീതിയിലൊക്കെ വരുത്താൻ വേണ്ടിയിട്ടുള്ള ചില പ്രസ്താവനകളാണ്, അല്ലെങ്കിൽ ചില സംവാദങ്ങളാണ്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ കമന്റ് ആയിട്ട് പലപ്പോഴായിട്ട് പറയുന്നത്, ഇത് സംഘികൾക്ക് ഇത് സഹിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ്. ഒരു സംഘപരിവാറിന്റെ പ്രവർത്തകനും ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ഭാരത് മാതാക്ക് ജയ് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ആളുകളാണെന്ന് എവിടെയും പറയുന്നത് നമ്മളാരും കേട്ടിട്ടില്ല. ഇത് ആര് വിളിച്ചാലും അതിനോടൊപ്പം നിൽക്കുന്ന ആളുകളാണ് സംഘപരിവാറിന്റെ എന്നുള്ളതും നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ നമ്മൾക്ക് മുസ്ലിം ലീഗിന്റെ വേദിയിലോ CPM-ന്റെ വേദിയിലോ യഥാർത്ഥത്തിൽ കേരളത്തിലെ കോൺഗ്രസിന്റെ വേദിയിൽ പോലും ഈ ഭാരത് മാതാ കി ജയ് എന്നുള്ള ആ ഒരു വിളി നമുക്ക് ആർക്കും കേൾക്കാൻ സാധിക്കില്ല. ആ ഒരു സംഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച സമയത്ത് അദ്ദേഹത്തിന് 1,25,00,000 രൂപ നൽകാനായിട്ട്, സംഭാവന നൽകാൻ ഒരു ബിസിനസ്സുകാരൻ തയ്യാറായിരുന്നു. അപ്പൊ ഈ ബിസിനസ്സുകാരൻ തയ്യാറാവുന്ന സമയത്ത് ആ ഒരു വേദിയിൽ ഒരു മുസ്ലിം ഉമ്മ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ ഉമ്മ സുഭാഷ് ചന്ദ്രബോസിനോട് പറയുന്നുണ്ട്, എനിക്ക് തരാൻ താങ്കൾക്ക് തരാനായിട്ട് കയ്യിൽ പണമൊന്നുമില്ല എന്നുള്ള രീതിയിൽ വിഷമിച്ച് ഒരു സംസാരം നടത്തിയെന്നോ. അപ്പൊ ഇത് കേട്ട സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞു, ഉമ്മയുടെ കയ്യിൽ പണമില്ലെങ്കിൽ എന്താണ്, ഉമ്മയ്ക്ക് ഒരു മകനില്ലേ, ആ മകനെ എനിക്ക് തരൂ, എന്നുവെച്ചാൽ ആർമിയിലേക്ക് തരൂ എന്നുള്ള രീതിയിലേക്ക് പറയുകയും, ആ ഷാനവാസ് ഖാൻ എന്നാണ് ആ ഒരു മകന്റെ പേര്, അദ്ദേഹം പിന്നീട് മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ്, യുദ്ധത്തിൽ മരണപ്പെടുകയും ചെയ്തു എന്നുള്ള രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ പറയുന്ന അരുൺകുമാർ പറയുന്നത്. അരുൺകുമാർ പറയുന്നതിൽ അടുത്ത ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഈ മകൻ മരിച്ച, അല്ലെങ്കിൽ ഈ ഷാനവാസ് ഖാൻ മരിച്ച സമയത്ത് ഈ മകന്റെ സുഹൃത്തുക്കളിലോ മറ്റോ ഒരാളായിട്ടുള്ള അസിമുള്ള ഖാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നു കൊണ്ട് പറഞ്ഞു എന്നാണ് പറയുന്നത്, ഇതാണ് ഭാരത് മാതാവ്, ഈ ഉമ്മയാണ് ഭാരത് മാതാവ് എന്നുള്ള ഒരു ഡയലോഗ് പറയുന്നത്. അത് 1944 ഈ ഒരു സംഭവം നടക്കുന്നത് എന്നുള്ള ഒരു വിഷയം കൂടി അരുൺകുമാർ പറയുന്നുണ്ട്. അപ്പോ ഇതൊക്കെ സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾ കേൾക്കുന്ന സമയത്ത്, നമ്മൾക്ക് എല്ലാ വിഷയങ്ങളിലും കൃത്യമായിട്ടുള്ള ധാരണകളോ അറിവുകളോ ഒന്നും ഇല്ലാത്ത ആളുകളാണ്. അപ്പൊ ഇത് കേൾക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇതൊക്കെ ശരിയാണോ, ഇത് അങ്ങനെയാണല്ലേ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നു. ഇത് അരുൺകുമാർ ഇത് പറയാനുണ്ടായ കാരണം, ബംഗാളിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ ഒരു TMC-യുടെ, തൃണമൂൽ കോൺഗ്രസിന്റെ ഒരു യുവ നേതാവ് നടത്തിയ ഒരു പൊതുവേദിയിൽ ഒരു പ്രസംഗം, തെരഞ്ഞെടുപ്പ് പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ പ്രസംഗത്തിൽ നിന്ന് അടർത്തിയെടുത്തിട്ടാണ് സംസാരിക്കുന്നത്. എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണെന്നും നമ്മൾ ആരും അന്വേഷിക്കാൻ പോയിട്ടില്ല. ഈ സമയത്ത് ഇതിന് കൃത്യമായിട്ടുള്ള മറുപടിയുമായിട്ട്, ഇത് തെറ്റാണ്, ഇത് തെറ്റിദ്ധാരണ പരത്തുന്ന ഒന്നാണ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മറുപടിയുമായിട്ട് നമ്മുടെ എന്നും രാഷ്ട്രീയ നിരീക്ഷകൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ പല നിരീക്ഷണത്തിൽ പറയുന്ന ആളുകൾ, ഇപ്പൊ വാന നിരീക്ഷകനായിട്ടും പല രീതിയിലൊക്കെ CPM-കാരൊക്കെ പറയുന്ന, സഖാക്കന്മാരൊക്കെ പറയുന്ന നമ്മൾ എല്ലാവരുടെയും പ്രിയങ്കരനായിട്ടുള്ള ശ്രീമാൻ ശ്രീജിത്ത് പണിക്കര് ഈ വിഷയത്തിൽ ഒരു കൃത്യത വരുത്തിയിരിക്കുകയാണ്. അത് അരുൺകുമാറിനെ കൃത്യമായിട്ട് പൊളിച്ചടക്കിയിട്ട് തന്നെയാണ്. അദ്ദേഹം പറയുന്നത്, ഈ 1,45,00,000 രൂപ ഒരു ബിസിനസ്സുകാരൻ ഈ പറയുന്ന സുഭാഷ് ചന്ദ്രബോസിന് നൽകുന്നതിനായിട്ട് തയ്യാറായത് വരെയുള്ള കാര്യങ്ങൾ അത് കൃത്യമായിട്ട് ഡാറ്റയുള്ളതാണ്, തെളിവുള്ളതാണ് എന്നുള്ളതാണ് പറയുന്നത്. ഇങ്ങനെ ഒരു ഉമ്മ ഈ ഒരു വിഷയം പറയുകയും, ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന ഒരു മകനെ ഈ പറയുന്ന ഇന്ത്യൻ ആർമിയിലേക്ക് സുഭാഷ് ചന്ദ്രബോസിനെ ഒരു ഉമ്മ തന്നെ നേരിട്ട് നൽകുന്ന ഒരു കാര്യത്തെ പറ്റി ഒന്നും പറയുന്നില്ല. ഷാനവാസ് ഖാൻ എന്ന് പറയുന്ന വ്യക്തി നമ്മുടെ രാജ്യത്തിന്റെ ഈ പറയുന്ന ആർമിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അത് ഏത് ഷാനവാസ് ഖാനാണെന്നും പറയുന്നില്ല, പല ഷാനവാസ് ഖാൻമാരും ആർമിയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുകൂടി പറയുന്നുണ്ട്. രണ്ടാമത്തത് പറയുന്ന ഒരു കാര്യം, ഈ ഭാരത് മാതാ കി ജയ് എന്നുള്ളത് കണ്ടുപിടിച്ചത് 1944 ഈ ഷാനവാസ് ഖാൻ മരിച്ചു കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഉമ്മ കരയുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ സുഹൃത്തായിട്ടുള്ള അസിമുള്ള ഖാൻ എന്ന് പറയുന്ന വ്യക്തി അവിടെ ഇരുന്നിട്ട് ഈ ഉമ്മയെ പറഞ്ഞതാണ്, ഈ ഉമ്മയാണ് ഭാരത് മാതാവ് എന്നുള്ള, യഥാർത്ഥ ഭാരത് മാതാവ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അങ്ങനെയാണ് അത് ഉണ്ടായി എന്നുള്ള രീതിയിൽ പറയുന്നത്. ഈ അസിമുള്ള ഖാൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് വെച്ചാൽ ഈ ഭാരത് മാതാ കി ജയ് എന്ന് പറയുന്ന ഈ ഒരു മുദ്രാവാക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മളെല്ലാവരും കണക്കാക്കുന്ന ആ ഒരു വ്യക്തി, അദ്ദേഹം 1957 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ
പങ്കെടുത്ത ഒരു വ്യക്തിയാണെന്നും 1959 അദ്ദേഹം മരണപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഡാറ്റയിലുള്ളത്, രേഖയിലുള്ളത് ഈ ഒരു വിഷയമാണ്. അപ്പോൾ ഭാരത് മാതയ്ക്ക് ജയ് എന്ന് പറയുന്ന മുദ്രാവാക്യം ഉണ്ടാക്കി അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്ന് പറയുന്ന ഈ അസമുള്ള ഖാൻ എന്ന് പറയുന്ന വ്യക്തി 1859 തന്നെ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോ ആ വ്യക്തി എങ്ങനെയാണ് 1944 വന്നുകൊണ്ട് ഈ ഉമ്മയാണ് ഭാരത് മാതാവ് അല്ലെങ്കിൽ ഭാരത് മാതാവ് എന്ന് അല്ലെങ്കിൽ ജയ് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് ഒരു ഡാറ്റയും ഇല്ലാത്ത കാര്യങ്ങൾ ഈ കണ്ട രാഷ്ട്രീയക്കാര് ബംഗാളിലും അവിടെ ഇവിടെയൊക്കെ കിടന്ന് അവരുടെ തെരഞ്ഞെടുപ്പ് വേദിയിൽ ഈ നടത്തുന്ന കവലപ്രസംഗങ്ങളിൽ ആ കവലപ്രസംഗത്തെ വലിയ രീതിയിൽ വെള്ളപൂശിക്കൊണ്ട് ന്യായീകരിച്ചുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ മണ്ണിലിരുന്നു കൊണ്ട് ഇങ്ങനെ വ്യാജം പ്രചരിപ്പിക്കുന്നത്. ഈ വ്യാജം പ്രചരിപ്പിക്കുക എന്നുള്ളത് നിരന്തരമായിട്ട് നമ്മുടെ കേരളത്തിലെ പല മാധ്യമ പ്രവർത്തകർക്കും ഉള്ളതാണ്. ഇപ്പോ പ്രധാനമായിട്ട് 2024 തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് ജൂൺ 4 റിസൾട്ട് വരുന്നതിന് മുന്ന് പറയുകയാണ് 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിന് മുന്ന് 3ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ സമയത്തൊക്കെ നരേന്ദ്രമോദി വിറക്കുന്നു, അടിപതറുന്നു, അദ്ദേഹം നിരന്തരമായിട്ട് വിഷയങ്ങൾ മാറ്റി കൊണ്ടുവരുന്നു പ്രചരണ രംഗത്ത്. എന്താണ്, ഭയമാണോ ഇതിന്റെ പുറകിലെ കാര്യമെന്ന്? ഒരേ വിഷയം തന്നെ തെരഞ്ഞെടുപ്പിൽ ആദ്യം മുതൽ അവസാനം വരെ പറഞ്ഞ് ഇരിക്കുക എന്നുള്ളത് കമ്മ്യൂണിസ്റ്റുകാർ ആശയമാണ്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് BJP ഒരു 400 സീറ്റുകളോളം ലക്ഷ്യം വെച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുഴുവൻ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഭാരതം ഒന്നാകെ ഇതേ റിപ്പോർട്ടർ TVയിലെ സുജിയ പാർവതി പറഞ്ഞ പോലെ പിടിക്കാൻ ശ്രമിക്കുകയാണ് അല്ലെങ്കിൽ പിടിച്ചെടുക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു സ്ഥലം മാത്രമല്ല, ഭാരതം മുഴുവനും പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഭാരതം മുഴുവൻ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ആ രാഷ്ട്രീയ പാർട്ടിക്ക് കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മാത്രം ഊന്നി നിൽക്കുന്നല്ല. ഞങ്ങൾ 400 സീറ്റ് നേടും, 400 സീറ്റ് നേടും, 400 സീറ്റ് നേടും എന്നൊരു ഐക്യരാമാനം പറഞ്ഞിരിക്കാൻ നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിക്ക് ഭ്രാന്തൊന്നുമില്ല. അദ്ദേഹം കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാടോടുകൂടി ഈ രാഷ്ട്രത്തിലെ എവിടെയൊക്കെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്, എന്തെല്ലാം വിഷയങ്ങൾ ഈ പറയുന്ന കോൺഗ്രസിന്റെ ഭരണകാലത്ത് ഉണ്ടായിരുന്നു, അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാത്ത ആളുകൾ വീണ്ടും വീണ്ടും ഓരോ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷവും അവർ പറയുന്നു ഞങ്ങൾ ഒരിക്കൽ കൂടി അധികാരത്തിൽ വന്നാൽ ഈ വിഷയം ചെയ്യും, ആ വിഷയം ചെയ്യും എന്നുള്ള രീതിയിൽ നിരന്തരമായിട്ട് പറയുന്നു. 60-65 വർഷം ഈ രാഷ്ട്രം ഭരിച്ച കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇനി എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാനുള്ളത് നോക്കുമ്പോൾ അത് വട്ടപൂജ്യമാണ്. അതിന്റെ പേരിലാണ് ഇവിടെ 55 സീറ്റിലേക്കും 51 സീറ്റിലേക്കൊക്കെ ഈ കോൺഗ്രസ് പാർട്ടി ചുരുങ്ങിപ്പോയത്. മോദിയുടെ കണക്കനുസരിച്ച് അദ്ദേഹം പറയുന്നത് കോൺഗ്രസ് 41 സീറ്റുകൾ കൂടുതൽ നേടിയെടുക്കില്ല. അപ്പോൾ അത്രക്ക് വലിയ രീതിയിൽ ജനങ്ങളുടെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുന്ന, വളരെ ബുദ്ധിപരമായിട്ട് തന്ത്രപരമായിട്ട് സംഘടനാ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്ന നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരു രാഷ്ട്ര നേതാവ് അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് അദ്ദേഹം നിരന്തരമായിട്ട് ഓരോരോ വിഷയങ്ങളെ സംബന്ധിച്ച് പറയുകയും ആ ജനങ്ങളിലേക്ക് എത്തിക്കുകയും അദ്ദേഹത്തിന്റെ അധികാരം നിലനിർത്താൻ വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഒരു ഒരു ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടത്. അത് അദ്ദേഹം കൃത്യമായിട്ട് പാലിച്ചു പോരുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടത് റിപ്പോർട്ടർ TV അടക്കമുള്ള പല ചാനലുകളിലും പല തെറ്റിദ്ധാരണകൾ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ശ്രീജിത്ത് പണിക്കരെ പോലെയുള്ള നമ്മുടെ സമൂഹത്തിൽ യാഥാർത്ഥ്യത്തെ മാത്രം മുൻനിർത്തി പ്രവർത്തിക്കുന്ന, സംസാരിക്കുന്ന പൊതുജനങ്ങൾ യാഥാർത്ഥ്യ വിഷയങ്ങൾ മാത്രം അറിയാൻ പാടുള്ളൂ, തെറ്റിദ്ധാരണകൾ പരത്തുന്ന ആളുകളെ മുഖം മൂടി പൊളിച്ച് കളയാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നിരീക്ഷണ ആയിട്ടുള്ള ഇതുപോലുള്ള വ്യക്തികൾ, അദ്ദേഹത്തെ പോലുള്ള ആളുകളാണ് എന്നും നമ്മുടെ മനസ്സിലും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലും നിറഞ്ഞു നിൽക്കേണ്ടത് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. എങ്ങനെയാണെങ്കിലും ഈ ശ്രീജിത്ത് പണിക്കറിന് ഒരു പ്രാവശ്യം കൂടി ഒരു ആദരവ് എന്നുള്ള രീതിയിലേക്ക് ഒരു ബിഗ് സല്യൂട്ട്.